Hi students, we are discussing Unit 2 Block 5 Value Education School and Peer. സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് സ്കൂൾ അതേപോലെ പിയർ ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ ഒരേ ഏജിലുള്ളവർ, നമ്മുടെ അതേ പ്രായത്തിലുള്ളവരെ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മുടെ വാല്യൂസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതിൽ നമ്മൾ പിയർ ഇവല്യൂഷൻ പഠിച്ചു, പിയർ റിലേഷൻഷിപ്പ് പറഞ്ഞു, പിയർ പ്രഷർ എന്ന് പറഞ്ഞു. എപ്പോഴും പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പ്രീ സ്കൂൾ സ്റ്റുഡൻസിലൊക്കെ എപ്പോഴും അവരെന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഒപ്പമുള്ള ആ ഒരു ഏജിലുള്ള കുട്ടികളെ അനുകരിക്കുന്നത് കൂടുതലായിട്ട് ശ്രമിക്കാറുണ്ട്. സോ അതാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. when you wanted to be do exactly as your friends in the same age group, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ വരും. സോ അതാണ് പിയർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ്. പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. പിയർ ഗ്രൂപ്പ്സിന് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരേ ഏജിലുള്ളവർ, നമ്മുടെ സ്കൂളിലുള്ളവർ എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മൾ വാല്യൂ ഡെവലപ്മെൻറ്റ് അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്താണ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നാണ്. വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംപററീസ് ഓഫ് ദ സെയിം സ്റ്റാറ്റസ്. An extended definition of the term a peer group is a group of people of approximately the same age, social status and interest. അല്ലേ, സെയിം ഏജ്, സെയിം സോഷ്യൽ സ്റ്റാറ്റസ്, സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയാം. അവർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ്, പവർഫുൾ ഇൻഫ്ലുവൻസ് ആണ് നമുക്കുള്ളത് ഓൺ ഗ്രോയിങ് ചിൽഡ്രൻ, എസ്പെഷ്യലി അഡോളസൻസ്. സോ അഡോളസൻസിലൊക്കെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളിൽ പിയർ ഗ്രൂപ്പ്സിന് വളരെയധികം സ്വാധീനിക്കാൻ കഴിയും. അവരുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പിയർ ഗ്രൂപ്പ്സിന് കഴിയുന്നുണ്ട്. കുട്ടികളിൽ പ്രത്യേകിച്ച് അഡോളസൻസ്, കൗമാരക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രണ്ട്സ് പറയുന്നതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവരെ എപ്പോഴും സ്വാധീനിക്കുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്. നോ മാറ്റർ ഹൗ ഫൂളിഷ് ഇറ്റ് മേ സീംസ് ടു ഗ്രോൺ അപ്സ്, ബിലോങ്ങിങ് ടു എ ഗ്രൂപ്പ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ടു എ ചൈൽഡ്. ചിലപ്പോൾ വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, എന്നാലും ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ അവർക്ക് ആ പിയർ ഗ്രൂപ്പ്സ് ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യാൻ അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അവരുടെ കൂടെ, അവരുടെ ഒപ്പം, അവരിൽ ഒരാളാവാനുള്ളൊരു ശ്രമം, പിയർ ഗ്രൂപ്പ്സിലൊരു മെമ്പർ ആവാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും. സോ പിയർ ഗ്രൂപ്പ്സ് ആർ എ പ്ലേസ് വെർ ചിൽഡ്രൻ ഫീൽ accepted. They can act themselves, feel good about themselves, their self-esteem is enhanced. So അവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന, ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും, അവരുടെ ഏജിലുള്ളവരായിരിക്കും. സോ ആ കുട്ടി, പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ കുട്ടിക്ക് ആക്സെപ്റ്റൻസ് ലഭിക്കുന്നത്. അവരവരുടേതായ ഫീലിങ്സും അവർ സ്വയം എന്താ പറയുക, സെൽഫ് എസ്റ്റീം അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന പിയർ ഗ്രൂപ്പ്സിലാണ് അവർക്കതെല്ലാം ലഭിക്കുന്നത്. It is commonly seems that life for children becomes simpler when they conform to the values of their peer groups. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലൈഫ് ഫോർ ചിൽഡ്രൻ ബിക്കം സിംപ്ലർ വെൻ ദേ കൺഫോംസ് ടു ദ വാല്യൂസ് ഓഫ് ദെയർ പിയർ ഗ്രൂപ്പ്സ്. അല്ലേ, അവരവരുടെ പിയർ ഗ്രൂപ്പ്സിൻ്റെ വാല്യൂസ് അത് ഫോളോ ചെയ്യാണ് എപ്പോഴും. അവരുടെ ഒരു വാല്യൂസിന്, അവർ ഗ്രൂപ്പിലുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ളൊരു സിമ്പിളായിട്ട് അവരത് ഫോളോ ചെയ്യാണ് ചെയ്യുക കുട്ടികൾ. യങ് പീപ്പിൾ നാച്ചുറലി ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് അതർ യങ് പീപ്പിൾ വിത്ത് ദ സെയിം പ്രോബ്ലം ആൻഡ് ഇൻ ദ സെയിം സിറ്റുവേഷൻ ആസ് ദംസെൽഫ് ആൻഡ് where they feel they will be understood and accepted. അതേപോലെ തന്നെ ചെറുപ്പക്കാരും ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അവരെവിടെയാണോ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, അവരെ എപ്പോഴും ആരാണോ മനസ്സിലാക്കുന്നത് അവരിലോട്ടാണ് അവരെന്ത് ചെയ്യുക, അട്രാക്റ്റായി പോകുന്നത്.
There is a very strong need to satisfy that thirst, the need for acceptance. സോ അപ്പോൾ എല്ലാവരിലും ഒരു തേഴ്സ്റ്റ് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട്. അതെന്താണ്? വാണ്ട് എന്താണ്? ദ നീഡ് ഫോർ ആക്സെപ്റ്റൻസ്. നമ്മൾ എവിടെയാണോ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, ആരാണോ നമ്മളുടെ വാക്കുകൾ അംഗീകരിക്കുന്നത്, ആരാണോ നമ്മൾ പറയുന്നത് കേൾക്കുന്നത്, അവിടേക്കാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ആ ഒരു തേഴ്സ്റ്റ് എല്ലാവരുടെ മനസ്സിലുള്ളതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെ ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അവരോടാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് ഈസ് എ വെരി പവർഫുൾ ഫോഴ്സ് ദാറ്റ് ക്യാൻ outright ties to a family, school, society or community. സോ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്. നമ്മൾ നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, നമുക്ക് ഒരു നമുക്കൊരു എനർജി നമുക്ക് ലഭിക്കും. നമ്മുടെ ലൈഫിൽ ഏറ്റവും പവർഫുൾ ഫോഴ്സ് എന്ന് പറയുന്നത് ബിലോങ്ങിങ്നെസ് ആണ്. ഫാമിലി ആയാലും സ്കൂളായാലും സൊസൈറ്റി ആയാലും കമ്മ്യൂണിറ്റി ഏതായാലും. സം അതർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് പിയർ ഗ്രൂപ്പ് ഓഫർ എപ്പാർട്ട് ഫ്രം ഫീലിങ്സ് ഓർ ബിലോങ്ങിങ്നെസ്. ഫീലിങ്സ് അല്ലെങ്കിൽ ബിലോങ്ങിങ്സ് അല്ലാതെ നമുക്ക് ലഭിക്കുന്നത് പിയർ ഗ്രൂപ്പ്സ് നിന്ന് കിട്ടുന്നത് എന്താണ്? എ സ്ട്രോങ് ബിലീഫ് സ്ട്രക്ചർ, എ ക്ലിയർ സിസ്റ്റം ഓഫ് റൂൾസ്, എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്കഷൻ അബൌട്ട് ടാബു സബ്ജക്ട്സ് സച്ച് ആസ് ഡ്രഗ്സ്, സെക്സ്, സ്മോക്കിംഗ് എക്സെട്ര. അപ്പോൾ അവർക്കൊരു വിശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികൾ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കും. അതേപോലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ, അവർക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സിസ്റ്റം ഓഫ് റൂൾസ്, അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ടോപ്പിക്കുകളും അവർക്ക് മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ്സ് ആയിട്ടാണ്. സോ അതൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. ആക്സെപ്റ്റൻസ് ലഭിക്കും അല്ലേ, അവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കും, അവരെ ആക്സെപ്റ്റ് ചെയ്യും. അതുകൂടാതെ അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. പിന്നെ വാല്യൂ ഡെവലപ്മെൻറ്റ് ത്രൂ പിയേഴ്സ്. പിന്നെ നമുക്ക് ഒരുപാട് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിയേഴ്സ് ഗ്രൂപ്പിലൂടെ. പിന്നെ എല്ലാവരും ഒരു കോമൺ ആയിട്ട് ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, കോമൺ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പിയർ പ്രഷർ ഈസ് ദ റീസൺ ഫോർ ഓൾ നെഗറ്റീവ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ, എസ്പെഷ്യലി അഡോളസൻസ്. അതെല്ലാവരും പറയാറുണ്ട്. പിയർ പ്രഷർ, അതായത് നമ്മുടെ ഒരേ ഏജിലുള്ളവരെ അനുകരിക്കുന്നത് കാരണമാണ് എല്ലാ നെഗറ്റീവ് ബിഹേവിയറും, കുട്ടികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ബിഹേവിയർ എല്ലാം പിയർ പ്രഷർ, പ്രത്യേകിച്ചും അഡോളസൻസ് ചെറുപ്പക്കാരിൽ അവരുടെ കൂട്ടുകെട്ട് കാരണമാണ് ആ കുട്ടികൾ മോശം ആയിട്ട് പെരുമാറുന്നത്. നെഗറ്റീവായിട്ട് അവർക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതിനെല്ലാം കാരണം പിയർ പ്രഷറാണ് എന്നൊരു ചിന്താഗതി സ്വതവേ ഉണ്ട്. However, peers are necessary and crucial for successful all-round development. സോ നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ല, ബാക്കി എല്ലാം ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ പിയർ പ്രഷർ അത്യാവശ്യമാണ്, പിയേഴ്സ് അത്യാവശ്യമാണ്. The peer group is a source of affection, sympathy and understanding, a place of experimentation and a supportive setting for achieving the two primary development tasks of children. സോ പിയർ ഗ്രൂപ്പ്സ് വളരെ അത്യാവശ്യമാണ്. അത് അവർക്കൊരു അഫെക്ഷൻ, സിമ്പതി, അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ലഭിക്കുന്നതും എവിടെ നിന്നാണ്? പിയർ ഗ്രൂപ്പ്സിൽ നിന്നാണ്. സോ ഒരു സപ്പോർട്ടീവായിട്ട് അവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ സഹായിക്കുന്നത്. ഫസ്റ്റ്ലി ഫൈൻഡിങ് വൺസ് ഐഡൻറ്റിറ്റി, ഹു ആം ഐ, ഞാൻ ആര് എന്നതിനൊരു ആൻസർ നമുക്ക് ലഭിക്കുന്നത് പിയർ ഗ്രൂപ്പ്സിൽ നിന്നാണ്. ആൻഡ് സെക്കൻഡ്ലി ഡിസ്കവറിങ് വൺ സെൽഫ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ഫ്രം പാരൻസ്. അതായത് നമ്മൾ പാരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുന്നത് ഐഡൻറ്റിറ്റി, സ്വന്തമായൊരു ഐഡൻറ്റിറ്റി. മറ്റേത് ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ ഇന്ന കുട്ടിയുടെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഐഡൻറ്റിറ്റിയാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. പക്ഷെ അതല്ലാതെ ഒരു ഐഡൻറ്റിറ്റി കുട്ടികൾക്ക് കിട്ടുന്നത് എവിടെയാണ്? അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് രണ്ടും അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമാണ്. സോ പിയർ പ്രഷർ എന്ന് പറയുന്നത് മുഴുവനും നെഗറ്റീവ് അല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പിയർ ഗ്രൂപ്പ്സിലൂടെ നമുക്കൊരു യുണീക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ. പിയർ ഗ്രൂപ്പ്സ് എൻകറേജസ് ഓട്ടോണമി, മ്യൂച്വാലിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് സെൽഫ് ഗൈഡഡ് റോൾസ്. സോ അവർക്ക് നമുക്കൊരുപാട് ഓട്ടോണമി, ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു മ്യൂച്വാലിറ്റി, ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻകറേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. Ability to make and keep friends is one of the most powerful indication of successful positive peer group interaction. സോ നമ്മളൊരു പിയർ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ നല്ല രീതിയിലാവണമെങ്കിൽ നമുക്ക് എന്തിനു സാധിക്കണം?
മേക്ക് ഫ്രണ്ട്സ് ആൻഡ് കീപ് ഫ്രണ്ട്സ്. നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കീപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കണം. As children spend much of their time away from home, whether at school or social events, they find security in the approval of their peers. സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരെ പോവുകയാണെങ്കിലും ഏതെങ്കിലും സോഷ്യൽ ഈവൻറ്റ്സിൽ പോവുകയാണെങ്കിലും അവർക്കൊരു ഫ്രണ്ട്സ് ആണ് അവരുടെ മെയിനായിട്ട് വരുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്രൂവൽ ഓഫ് ദെയർ പിയേഴ്സ് ആണ്. The desire to be accepted by the peers is perhaps strong motivating force, especially during adolescence. ചെറുപ്പത്തിൽ മീൻസ് അഡോളസൻസ് പീരീഡിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ദ പീരിയഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് റിസ്ക് ഈസ് ദ അഡോളസൻസ് എൻ്റർ ഹൈസ്കൂൾ. ഏറ്റവും റിസ്ക് വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കുട്ടികൾ അഡോളസൻസ് പീരീഡ് ഹൈസ്കൂളിൽ എത്തുന്ന പീരീഡാണ് ഏറ്റവും റിസ്ക് ഉള്ള പീരീഡ് എന്ന് പറയുന്നത്. Just as their self-esteem drops, especially in girls, and their daily pressure increases, and they are introduced to older peers groups who engage in new activities. പലപ്പോഴും ഇവർ ഹൈസ്കൂളിൽ എത്തുന്ന സമയത്ത് അവരുടെ ഒരു ഇത് കൂടാൻ സാധ്യതയുണ്ട്. സെൽഫ് എസ്റ്റീമൊക്കെ കുറയാനുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ പഴയ പിയർ ഗ്രൂപ്പ്സിനെ കാണുന്നു, അവർ പുതിയ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡെയിലി പ്രഷർ ചിലപ്പോൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ ഇവരുടെ ഡെയിലി പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. കാരണം കുട്ടികളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ അവർ മുന്നോട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അതൊരു കൂടുതൽ പ്രഷർ കുട്ടികളുടെ മനസ്സിൽ പ്രഷർ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പിയർ പ്രഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ചേഞ്ചിങ് ദ പേഴ്സൺസ് ഫോർ എ ബെറ്റർ. നമ്മളൊരാളിനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിയർ പ്രഷർ നല്ലതാണ്. അതൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് പിയർ പ്രഷറാണ്. നമുക്കൊരു അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കാൻ ഒക്കെ നല്ലതാണ് പിയർ ഗ്രൂപ്പ്സ് പ്രഷർ എന്ന് പറയുന്നത്. സെവറൽ സ്റ്റഡീസ് ഹാവ് കൺഫേംഡ് ദാറ്റ് റിസർച്ച് ഫൈൻഡിങ്സ് ദാറ്റ് ദ വാല്യൂസ് ഓഫ് ദ പിയർ ഗ്രൂപ്പ്സ് with whom the high school student spends the most time are a stronger factor in the student's level of academic success as compared to the values, attitudes and support provided by their family. ഇനി ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക് പെർഫോമൻസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ല, ആ കുട്ടിയുടെ പിയർ ഗ്രൂപ്പ്സ് ആണെന്നാണ് ഒരുപാട് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത്, റിസർച്ചിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുട്ടികൾ, അതായത് കൗമാരക്കാരായ അല്ലെങ്കിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ അക്കാദമിക് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ പിയർ ഗ്രൂപ്പ്സ് ആണെന്നാണ്. In contrast, those students whose families have greatest stress on academics but who spends time to peer whose interest is oriented was not towards high school academic achievements perform less well. അതേപോലെ ചില കുട്ടികൾ പെർഫോം ചെയ്യുന്നത് കുറവായിരിക്കും. അവരുടെ ഫാമിലീസിൽ അക്കാദമിക്കിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ, ഫാമിലീസ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട് അക്കാദമിക്കിലെങ്കിലും, അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ഓറിയൻറ്റേഷൻ വാസ് നോട്ട് ടുവേർഡ്സ് ഹൈ അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ് അല്ല. അതായത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അത്ര അച്ചീവ്മെൻറ്റ്സ് ഇല്ല, അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ് കുറവായ കുട്ടികളാണ് എങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രഷർ കൂടുതലാണ്, ബട്ട് പിയർ ഗ്രൂപ്പ്സ് അത്ര ഒരു മോട്ടിവേറ്റിംഗ് അല്ല എങ്കിലും എന്ത് സംഭവിക്കാറുണ്ട്? കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസ് കുറയാറുണ്ട്. If student groups together in study groups that provided academic and social focus, there will be high academic achievers. Even in schools, the most effective lesson learned are from one peers. സ്കൂളിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും നല്ലൊരു ലെസൺ പഠിക്കുന്നത് കൂടെയുള്ള കുട്ടികളിൽ നിന്നാണ്. ടീച്ചറിനേക്കാൾ കൂടുതൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിയർ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകൾക്കേഷൻ ഓഫ് വാല്യൂസ് ത്രൂ സ്കൂൾ ആൻഡ് പിയേഴ്സ്. നമുക്ക് എങ്ങനെ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം? നമ്മുടെ സ്കൂൾ ആൻഡ് പിയേഴ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്നാണ്. Sheshadri goes on knowledge that the atmosphere of the school and the personality of the teacher
കാസ്റ്റ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ. സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ, അതേപോലെ തന്നെ ഒരു ടീച്ചറുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം ഒരു കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ശേഷാദ്രി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വുഡ് ബി ഇൻഡീഡ് factual attempt to include values in school setting such as conspicuously exhibit the lack of these values. The teacher himself cannot impart if he lacks faith in such values. പിന്നെ ടീച്ചർ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ടീച്ചർക്ക് തന്നെ ആ വാല്യൂസിൽ ബിലീഫ് ഇല്ല എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, വാല്യൂസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വീട് കൂടാതെ കുട്ടികളുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്ന് പറയുന്നത് സ്കൂളാണ്. സ്കൂൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് വെർ സ്റ്റുഡൻസ് ലേൺ വാല്യൂസ് നാച്ചുറലി ത്രൂ ആക്ടിവിറ്റീസിലൂടെയും ഓരോ ലേണിങ്ങിലൂടെയും ഒക്കെ അവർ വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. സോ ദ ബിഹേവിയർ ഓഫ് ടീച്ചർ ഈസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് എന്നാണ് പറയുന്നത്. ദറ്റ് ഈസ് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ വാക്കിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുക. ദ ടീച്ചർ മസ്റ്റ് കൾട്ടിവേറ്റ് ഇൻ ദ ചിൽഡ്രൻസ് ക്വാളിറ്റി ഓഫ് സിൻസിയറിറ്റി ഓഫ് പർപ്പസ് ഇൻ വാട്ട് എവർ ദ ചൈൽഡ് അണ്ടർടേക്സ്. അതുപോലെ കുട്ടികളുടെ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അതിൽ ക്വാളിറ്റി ഉറപ്പുവരുത്താനും ഒക്കെ ടീച്ചറാണ് ശ്രമിക്കേണ്ടത്. ടീച്ചർ ഷുഡ് നോട്ട് ട്രീറ്റ് ദ ചൈൽഡ് ഹാർഷ്ലി. കുട്ടികളെ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല ടീച്ചർ ഒരിക്കലും. അതേപോലെ തന്നെ when a child commit a mistake of mind must see that he confesses it to the teacher spontaneously and he would be made to understand his mistake and kindness. പിന്നെ ഒരു കുട്ടി ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി സ്വയം അത് ടീച്ചറോട് ഏറ്റു പറയണം. ആ രീതിയിൽ കുട്ടീനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനെ എൻകറേജ് ചെയ്യണം. പിന്നെ ദ സ്കൂൾ മസ്റ്റ് ദർഫോർ ബി ഏബിൾ ടു സ്റ്റിമുലേറ്റ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് വിൽ എൻകറേജ് ഇംപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. സോ സ്കൂളിൽ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റിമുലേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് അവരുടെ ഇൻ്റർപേഴ്സണൽ അതേപോലെ കമ്മ്യൂണിറ്റി ലൈഫൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷുഡ് ഗവേൺ ദ സ്കൂൾ മേ ബി, എന്തെല്ലാം പ്രിൻസിപ്പിൾസാണ് ഒരു സ്കൂൾ ഗവേൺ ചെയ്യുന്നത്? The school should be warm, friendly and purposeful community of which every child can feel that he is a valued member who has something to contribute. അതായത് സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി ആയിരിക്കണം, വാം ആയിരിക്കണം. അതേപോലെ ആ കുട്ടിക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. ആ കുട്ടി അതിലൊരു മെമ്പറാണ് എന്നുള്ളതിൽ ആ കുട്ടി വാല്യുബിളായ മെമ്പറാണെന്ന് ആ കുട്ടിക്ക് തോന്നണം. ആ കുട്ടിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ആ കുട്ടീനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ആ കുട്ടിക്ക് സ്വയം തോന്നുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പിന്നെ ഒരു കോമൺ റൂൾസ്, എത്തിക്സ് ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഫോളോ ചെയ്യാൻ ഒരു കോമൺ എത്തിക്സ് ഉണ്ടായിരിക്കണം. ദെൻ ദ ചിൽഡ്രൻ ഷുഡ് ബി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ഇൻ സ്മാൾ ഗ്രൂപ്പ്സ്. അതേപോലെ കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കണം, പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആക്ടിവിറ്റീസ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നൽകണം. ദ സ്കൂൾ ഷുഡ് എൻകറേജ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അറ്റ് ഓൾ ലെവൽസ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ആക്ഷൻ കോൺട്രിബ്യൂട്ട് ടു ദ ലൈഫ് ഓഫ് ദ സ്കൂൾ. അതായത് കുട്ടികൾക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തിരിക്കണം. പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഒക്കെ അവർക്ക് കഴിയണം. ആ രീതിയിൽ അവരുടെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവർക്ക് എൻകറേജ് ചെയ്ത് കൊടുക്കണം. ദ കരിക്കുലം ഷുഡ് ബി ഡിസൈൻ ടു ഡ്രോ ഓൺ എ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റീവ് പവേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ സ്കൂളിൻ്റെ കരിക്കുലം എന്ന് പറയുന്നതും അങ്ങനെ ഡിസൈൻ ചെയ്യണം. അതായത് കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും അവർ ക്രിയേറ്റീവ് പവേഴ്സൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ ഉണ്ടാവേണ്ടത്. ദെൻ സ്കൂൾ ഷുഡ് മെയിൻറ്റെയിൻ എ സിസ്റ്റം ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അവിടെ ഒരു കൗൺസിലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, കുട്ടികൾക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. കൗൺസിലിംഗ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ഒരു സിസ്റ്റം സ്കൂളിൽ ഉണ്ടായിരിക്കണം. ദ സ്കൂൾ ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ചൈൽഡ് ടു
look on himself and on the life that he might otherwise not gain. In a school can contribute to the children to look at himself and on the life might otherwise not gain. A child must have the right to learn from peers, books, teachers, other parents, outside expert and so on in a school setting. സ്കൂൾ സെറ്റിങ്ങിൽ കുട്ടിക്ക് അറിവ് നേടാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ബുക്കുകളിൽ നിന്നും, ഫ്രണ്ട്സിൽ നിന്നും, ടീച്ചേഴ്സിൽ നിന്ന്, മറ്റുള്ള പാരൻസിൽ നിന്ന്, ഔട്ട്സൈഡ് എക്സ്പേർട്ടുകളിൽ നിന്ന് ഒക്കെ കുട്ടിക്ക് നോളജ് കിട്ടാനുള്ള അവസരം സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നൽകണം. അതേപോലെ തന്നെ പിന്നെ എപ്പോഴും സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ ഓരോ തീമുകളിലൂടെ അസംബ്ലി കണ്ടക്ട് ചെയ്യുക. കറേജ്, അച്ചീവ്മെൻറ്റ്, ലവ്, കമ്പാഷൻ, വണ്ടർ, ഇമാജിനേഷൻ, ജോയ്, ട്രാജഡി, എൻഡ്യൂറൻസ്, ഹോപ്പ്, റെസ്പോൺസിബിലിറ്റി, ഹ്യൂമാനിറ്റേറിയൻ എൻഡവർ ആൻഡ് ദ ചലഞ്ചസ് ആൻഡ് മിസ്റ്ററി ഓഫ് എക്സിസ്റ്റൻസ്. ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ, ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള അസംബ്ലീസ് കണ്ടക്ട് ചെയ്യാം. ദ അസംബ്ലി ഷുഡ് റീഇൻഫോഴ്സ് ദ വാല്യൂസ് ഓഫ് സ്റ്റുഡൻസ്. അസംബ്ലിയിലൂടെ കുട്ടികൾക്ക് വാല്യൂസ് റീഇൻഫോഴ്സ് ചെയ്യാൻ, ഒന്നുകൂടി എൻകറേജ് ചെയ്യാൻ സാധിക്കണം. There are many ways in which schools can encourage formation of positive peer groups and conduct activities where children can imbibe values in the following ways. അപ്പോൾ കുട്ടികൾക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. ആ രീതിയിൽ അവർക്ക് വാല്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം. അതിൽ പല രീതിയിൽ നമുക്ക് പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. പിയർ ലീഡർ പ്രോഗ്രാം. ഇൻ ദ പിയർ ലീഡർ പ്രോഗ്രാം സം സ്റ്റുഡൻസ് ആർ ചൂസൺ ആസ് പിയർ ലീഡേഴ്സ്. ചില